റിവ്യൂവിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ചെറിയൊരു വിവാദത്തിലുള്ള ഈ സിനിമയുടെ സെൻസറിംഗ് ചരിത്രത്തെക്കുറിച്ച് നിങ്ങളോട് ഒരു ഇൻട്രൊഡക്ഷൻ പറയണോ എന്ന് തോന്നി. ആദ്യം പഞ്ചാബ് 95 എന്ന് പേരിട്ട അവസാനം സത്ലജ് എന്ന പേരിലേക്ക് മാറിയ ഈ പടം 2022 ഡിസംബർ മാസം മുതൽ സെൻസർ ബോർഡുമായിട്ട് യുദ്ധത്തിലാണ്. 1990കളിൽ ഇൻസർജൻസിയുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബ് പോലീസ് നടത്തിയ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിനിമയാണിത്. ഒരു ഘട്ടത്തിൽ സെൻസർ ബോർഡ് 120 കട്ടുകളാണ് ഈ പടത്തിന് പറഞ്ഞത്. ഇതിന് വഴങ്ങാതെ ഇന്ത്യ ഒഴികെ ലോകത്തെ ബാക്കി രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാൻ അവർ ഒരു ശ്രമം നടത്തിയപ്പോൾ ആ നീക്കങ്ങളെ തടഞ്ഞിരുന്നു. 2023 ടൊറാന്റോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമയ്ക്ക് ഒരു പ്രീമിയർ കൊടുക്കാൻ നോക്കിയപ്പോൾ നയതന്ത്ര അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ നീക്കവും തടസ്സപ്പെടുത്തി. അവസാനം ഒരുപാട് കടമ്പകൾക്ക് ശേഷം ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പേര് മാറ്റിക്കൊണ്ട് ZEE5 ആപ്പിൽ ഡയറക്റ്റ് OTT റിലീസായിട്ട് പടം വന്നു. എന്നാൽ ഇന്നലെ ഏകദേശം വൈകുന്നേരത്തോടെ ഞാൻ ഈ സിനിമ കണ്ടു തീർത്ത് കഴിഞ്ഞപ്പോൾ അറിയാൻ സാധിച്ചത് അധികാരികൾ ZEE5നോട് സിനിമ ഇന്ത്യയിൽ സ്ട്രീം ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ ആ സിനിമ കാണാൻ സാധിക്കുകയില്ല. വിദേശത്തുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്കത് കാണാമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സത്ലജ് എന്ന ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മരവിപ്പ് ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നാൻ നല്ല സാധ്യതയുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഏതാണ്ട് ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ രാജ്യത്ത് നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ അവർ ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ്. കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു രീതിയിൽ തുടങ്ങുന്ന പടം മുന്നോട്ട് പോകെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു സിനിമാറ്റിക് സ്പേസിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഹണി ട്രേഹാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നത്. ഇതുപോലെ ഒരു സബ്ജക്റ്റ് ആർക്കെങ്കിലും കിട്ടുമ്പോൾ കേന്ദ്ര കഥാപാത്രത്തിലൂടെ മാത്രം കഥ പറയാനാണ് പൊതുവെ എല്ലാവരും ശ്രമിക്കുക. എന്നാൽ പഞ്ചാബ് 95 എന്ന സത്ലജ് ആ ഒരു സ്റ്റൈൽ മാറ്റിപ്പിടിക്കുന്നുണ്ട്. ആ ഒരു ക്രിയേറ്റീവ് ഡിസിഷൻ കാരണമാണ് ഈ പടം ഒരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു യഥാർത്ഥ വ്യക്തിയെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് ഈ പടം പറയാൻ ഉദ്ദേശിക്കുന്ന ജസ്വന്ത് സിംഗ് ഖാൽഡ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ധാരണയും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഈ റിവ്യൂവിൽ ഞാൻ പറയുന്ന എന്ത് തരത്തിലുള്ള ഇൻഫർമേഷനും ഒരു സ്പോയിലർ ആയിട്ട് തോന്നിയേക്കാം. 84 ശേഷം പഞ്ചാബിൽ നടന്നിട്ടുള്ള ഇൻസർജൻസി കാലയളവിൽ ഒരുപാട് പേരെ കാണാതാവുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജസ്വന്ത് സിംഗിനും തന്റെ സുഹൃത്തിന്റെ അമ്മയെ കാണാതായതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരുന്നു. എന്നാൽ സ്റ്റേഷനിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന മറുപടി അത്ര വ്യക്തത ഉള്ളതായിരുന്നില്ല. സ്വന്തം നിലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ജസ്വന്ത് സിംഗ് ശ്രമിച്ചപ്പോൾ അയാൾക്ക് കണ്ടെത്താനായത് പുറം ലോകം അറിയാത്ത ഒരു വലിയ സ്റ്റേറ്റ് സ്പോൺസേർഡ് ക്രൈമുകളുടെ കൂമ്പാരമായിരുന്നു. അയാൾ അങ്ങനെ കാണാതായവർക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയതും അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ഹണി ട്രേഹാൻ സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഒന്നാം പകുതി ഒരു സ്ക്രിപ്റ്റ് ലെവലിൽ നോക്കുകയാണെങ്കിൽ അല്പം ബേസിക് ആണ്. ബേസിക് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജസ്വന്ത് സിംഗ് ഖാൽഡ എങ്ങനെയാണ് ആക്ടിവിസ്റ്റ് ആയത്, അയാൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു എന്ന കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുന്ന രീതിയിലാണ് തുടക്കത്തിൽ കാര്യങ്ങൾ പോകുന്നത്. 2 മണിക്കൂർ 43 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ പടത്തിലെ 1.25 മണിക്കൂർ വരുന്ന ഒന്നാം പകുതി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മാറ്റിവെച്ചിട്ടുള്ളത്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴാണ് അധികാരത്തിലുള്ളവർ ഉത്തരം പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ കഥയിൽ വരുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകനായതുകൊണ്ട് ജസ്വന്ത് സിംഗിന് നീതി ലഭിക്കാൻ വേണ്ടി പുറമേ നിന്ന് വരെ ഇന്ത്യ ഗവൺമെന്റിന്മേൽ സമ്മർദ്ദം ഉണ്ടായിരുന്നു. രണ്ടാം പകുതിയുടെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് CBIയും പഞ്ചാബ് പോലീസും തമ്മിലുള്ള ഒരു കള്ളനും പോലീസും കളി പോലെയാണ്. അത് സിനിമയെ കുറച്ചുകൂടെ സ്മാർട്ടും സിനിമാറ്റിക്കും ആക്കുന്നുണ്ട്. സിനിമയാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ക്രിയേറ്റീവ് ലിബർട്ടി എടുക്കാൻ ഈ പടം ശ്രമിക്കുന്നില്ല. രണ്ടാം പകുതിക്ക് ഒരു ത്രില്ലറിന്റെ സ്വഭാവം ലഭിക്കുന്നത് CBIക്ക് ഈ കേസ് അന്വേഷിക്കുമ്പോൾ പഞ്ചാബ് പോലീസിൽ നിന്നും കിട്ടുന്ന നിസ്സഹകരണം കാരണം ഉണ്ടാകുന്ന ചില പരിമിതികൾ കാണിച്ചുകൊണ്ടാണ്. അർജുൻ രാംപാൽ അവതരിപ്പിക്കുന്ന CBI ഉദ്യോഗസ്ഥന് ഈ സിനിമയിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരർത്ഥത്തിൽ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷന് സമാനമാണ്. ദിൽജീത് ദൊസാഞ്ചാണ് കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ജസ്വന്ത് സിംഗിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ദിൽജീത്തിനുള്ള ഒരു ലൈക്കബിലിറ്റി തുടക്ക ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞ ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന ഭാഗങ്ങളിൽ സിനിമയെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ സ്ക്രീൻ ടൈം ദിൽജീത്തിന് താരതമ്യേന വളരെ കുറവാണ്. എന്നാൽ പുള്ളി വരുന്ന 2 സീനുകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ പുള്ളിയുടെ ആക്ടിംഗ് കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള 2 സീനുകൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് കുൽജീത്ത് എന്ന കഥാപാത്രവുമായിട്ട് പുള്ളി സംസാരിക്കുന്ന ഒരു സീക്വൻസ്, SSP സുഗ എന്ന ഒട്ടും കണ്ണിച്ചോരയില്ലാത്ത പോലീസ് കഥാപാത്രമായിട്ട് സുവിന്ദർ വിക്കി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ ടൈം താരതമ്യേന കുറവാണെങ്കിലും ജസ്വന്ത് സിംഗിന്റെ ഭാര്യയുടെ കഥാപാത്രത്തെ ഗീതിക വിദ്യ വളരെ എഫക്റ്റീവായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അർജുൻ രാംപാലാണ് CBI ഓഫീസറുടെ വേഷത്തിൽ വരുന്നത്. ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ പോകുന്ന ആ കഥാപാത്രത്തെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട്. പശ്ചാത്താപം ഒട്ടുമില്ലാത്ത DGP ബിട്ടയുടെ മനോഭാവത്തെ കൻവാൾജിത് സിംഗ് കൺവിൻസിംഗ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പോലീസ് അഴിഞ്ഞാടിയ ആ കാലഘട്ടത്തിൽ നിസ്സഹായരായി പോയ ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികാവസ്ഥ
അവസ്ഥ കാണിക്കാൻ സൗരഭ് സച്ദേവയ്ക്ക് സ്വന്തം പെർഫോമൻസിലൂടെ സാധിക്കുന്നുണ്ട്. കുൽജീത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ജഗ്ജീത് സന്ധുവിന് ഒരുപക്ഷെ ഭാവിയിൽ ഒരുപാട് പേർ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാന സീനിൽ ഭാഗമാകാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. കുൽജീത് എന്ന കഥാപാത്രത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ഡയലമ കൺവിൻസിംഗ് ആയിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സന്ധുവിന് സാധിക്കുന്നുണ്ട്. സിനിമയുടെ എഴുത്തിലേക്ക് വരുമ്പോൾ ചില സ്ഥലത്തൊക്കെ ഒരു ഡയലോഗ് ഹെവി ഡ്രാമ സ്വഭാവം കടന്നു വരുന്നുണ്ട്. ജസ്വന്ത് സിംഗ് താൻ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നത് വെളിപ്പെടുത്തുന്ന ചില സ്ഥലങ്ങളൊക്കെ സ്വല്പം വെർബലാണ്. എന്നാൽ സ്ഥിരം രീതിയിൽ അത്തരത്തിലുള്ള സീനുകളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ട്രീറ്റ് ചെയ്യാൻ ഹണി ട്രഹാൻ ശ്രമിക്കുന്നില്ല. ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ ദിൽജീത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള സീൻ എടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള ഒരു സീനാണ് വരാൻ പോകുന്നത് എന്നതിന്റെ ഒരു ക്ലൂവും പുള്ളി പ്രേക്ഷകന് കൊടുക്കുന്നില്ല. പെർഫോമൻസിനെ പൂർണ്ണമായിട്ടും പുള്ളി അവിടെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. കട്ടുകളുടെ എണ്ണം കുറച്ചുകൊണ്ട് ശ്രീകർ പ്രസാദും ആ പെർഫോമൻസ് അർഹിക്കുന്ന റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. ഷാഡോസും ബ്ലാക്സും വളരെ എക്സ്റ്റൻസീവ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് കഥയിലെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഭാഗങ്ങളെ കെ യു മോഹനൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. സിനിമ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കിയെടുക്കാൻ പാകത്തിനുള്ള ഒരു സ്റ്റാറ്റിക് സ്റ്റഡി സീൻ കോമ്പോസിഷനാണ് സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിംഗും കൂടെ ഇതിൽ ചെയ്തിട്ടുള്ളത്. ഒരു നല്ല കാര്യമായിട്ട് തിരക്കഥാ രചനയിൽ തോന്നിയിട്ടുള്ള ഒരു സംഗതി ഈ ദുഷ്ടന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങനെ ദുഷ്ടന്മാരായി എന്നതിലേക്ക് സിനിമ കണ്ണടയ്ക്കുന്നില്ല എന്നതാണ്. CBI ഉദ്യോഗസ്ഥനായിട്ടുള്ള സമുദ്ര സിംഗും SSP സുഗയും ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ നടക്കുന്ന ഒരു സംഭാഷണം 84-ലെ കൂട്ടക്കൊലകളെയും 95-ലെ ചെയ്തികളുടെയും ഒരു ഡിബേറ്റ് ആകുന്നുണ്ടെങ്കിലും ആ സീൻ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റം പല കാലഘട്ടത്തിലും ഈ പറയുന്ന എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്ങുകളെ ട്രിഗർ ചെയ്യുകയോ ന്യായീകരിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നൊരു കാര്യം സിനിമ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈൻ ആ കാലഘട്ടത്തെ പുനർനിർമ്മിക്കുന്നതിൽ മികച്ച വർക്കാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പശ്ചാത്തല സംഗീതത്തിന്റെ ഫലപ്രദമായിട്ടുള്ള ഉപയോഗവും നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്രാഫ്റ്റിന്റെ പിന്തുണ ഇല്ലാതെ ഒരു സിനിമയെ ട്രൂ സ്റ്റോറി എന്ന ലേബൽ ഉപയോഗിച്ച് ചുമ്മാ വിൽക്കാൻ നോക്കുന്ന ഒരു പടമല്ല സത്ലജ് എന്ന പഞ്ചാബ് 95. നടന്ന സംഭവത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് നമ്മളെ മനസ്സിലാക്കിക്കാനുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു എഫേർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു ജനോസൈഡ് നമ്മുടെ നാട്ടിൽ നടന്നിട്ട് പലരും അത് അറിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യത്വമുള്ളവന്റെ മനസ്സിനെ ഞെട്ടിക്കുന്ന ഒന്നാണ്. 1995 എന്ന് പറയുമ്പോൾ വേറെ ഭരണകർത്താക്കളുടെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളതെങ്കിലും ഈ സിനിമ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മളൊരു ഡെമോക്രസി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരിക്കുന്നവരുടെയും ഉത്തരം മുട്ടിക്കുന്നവയാണ്. ജിം ക്യാരി അഭിനയിച്ച ട്രൂമാൻ ഷോ എന്ന സിനിമയിൽ നായകന് അവസാനം കാര്യം മനസ്സിലായിട്ട് അയാൾ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നുണ്ട്. ഈ സിനിമയ്ക്ക് എവിടെയോ അങ്ങനെ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് യാഥാർത്ഥ്യം കാണണം അറിയണം എന്ന് ഡിസൈൻ ചെയ്യുന്നവർക്ക് ഈ സിനിമ ആരും കാണരുത് എന്ന് ഇത്ര നിർബന്ധം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്